ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു മക്രോണി റെസിപ്പി ഉണ്ടാക്കാം. അതിനു വേണ്ടി 2 ഉള്ളി, ഒരു തക്കാളി, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 250 ഗ്രാം ഫ്ലഷി ചിക്കൻ, ദെൻ എല്ലാം ഒഴിവാക്കിയതാണ്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ക്യാപ്സിക്കം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞ് ആ വെള്ളത്തിലേക്ക് മക്രോണി ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം മക്രോണി ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഊറ്റിയെടുത്ത് കഴിഞ്ഞ് കുറച്ച് ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുലുക്കി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഉള്ളിയും പച്ചമുളകും ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. വേണ്ട വന്ന ഉള്ളിയിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് കൂടി ചേർക്കുമ്പോൾ നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഉള്ളി വേവും. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റുക. നന്നായിട്ട് വഴണ്ട് വരുന്നവരെ ഇളക്കണം. അതിനുശേഷം അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് മുളക് പൊടി, ഗരം മസാലപ്പൊടിയും ചേർത്ത് വീണ്ടും ഇളക്കി ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ച് കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിക്കണം. കാരണം കുറച്ച് ഗ്രേവി നമുക്കതിൽ വേണം. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വയ്ക്കുക. വെന്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെന്ത് ഗ്രേവിയോടെ നന്നായിട്ട് വേവണം. കുറച്ചുകൂടി നമുക്ക് വേണേൽ വെള്ളം ആഡ് ചെയ്യാം. ആ ഗ്രേവിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം മക്രോണി ഇങ്ങനെ വിട്ട് കിടക്കുന്ന മക്രോണിയിലേക്ക് ആ ഗ്രേവി നന്നായിട്ട് പിടിക്കണം. അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഗ്രേവിയും മക്രോണിയായിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആവണം. പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് മക്രോണി. നല്ല ടേസ്റ്റി മക്രോണിയാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്ക്. കുറച്ച് നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെ ഫ്ലഷി ചിക്കൻ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.